ഹിന്ദുക്കൾക്ക് ബി ജെ പിയും സംഘപരിവാറും പറയുന്ന ഈ വർഗീയ അജണ്ടകളിലൊന്നും ഒരു താല്പര്യവുമില്ല. അയോധ്യയിൽ നമ്മളത് കണ്ടതാണ്. രാമക്ഷേത്രം പണിതു, ആ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ വോട്ട് തെണ്ടിയപ്പോൾ ജനങ്ങൾ ഓടിച്ചു. പിറ്റത്താഴ്ച രാമക്ഷേത്രം ചോർന്നു. എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധനാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഹൈന്ദവ ആചാര്യന്മാരിൽ, ശങ്കരാചാര്യന്മാരിൽ ഏറ്റവും പ്രമുഖനായ സ്വാമി തന്നെ വന്നിട്ട് പറയുകയാണ്, രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗത്തിൽ, പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ ഹിന്ദു വിരുദ്ധതയില്ല എന്ന്. ഈ രാജ്യത്തെ ഹിന്ദുത്വത്തിൻ്റെ പരമാചാര്യനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കടക്കം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ബി ജെ പി പറയുന്ന ഹിന്ദു അജണ്ടകൾ അല്ലെങ്കിൽ ഹിന്ദുവിന് വേണ്ടി എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് എന്ന ഒരു കാര്യം അത് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി കിട്ടിയത്, ബംഗാളിലെ സിറ്റിംഗ് സീറ്റ് അടക്കം പോയത്, ബി ജെ പിയുടെ അവസ്ഥ പരിതാപകരമാണ്. മോദി ഇഫക്റ്റ് ഒന്നും തീർന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. അമിത്ഷായുടെയൊക്കെ ചാണകതന്ത്രമോ ചാണക്യതന്ത്രമോ ഒന്നുമല്ല എന്ന് ജനങ്ങൾ പറയുകയാണ്.